ഇന്നൊരു സ്പെഷ്യൽ മട്ടൻ കറി ആയാലോ. നല്ല കൊച്ചുള്ളിയും നല്ലപോലെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നല്ല മൊരിഞ്ഞ പൊറോട്ടയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ പാലപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റുന്ന നല്ലൊരു മട്ടൻ കറി ഉണ്ടാക്കിയാലോ, അതും എളുപ്പത്തിൽ. അപ്പം സമയം ഇട്ട് കളയണ്ട, നേരെ വീഡിയോയിലോട്ട് പോവാം. 1.5 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി 2 കുടം വെളുത്തുള്ളി വേണം, ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇനി ഇത് രണ്ടും മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പം 2.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പച്ചമുളക് ഞാനിവിടെ 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് എരിവില്ലാത്തതുകൊണ്ടാണ് 8 എണ്ണം എടുത്തത്. എരിവുള്ളതാണെങ്കിൽ 5 എണ്ണം മതി. 1 കപ്പ് മല്ലിയിലയും കുറച്ച് പുതിനയിലയും. ഇനി 4 വറ്റൽ മുളകും കൂടെ വേണം. 2 ഏലക്ക, ഒരു നുള്ളു ഉലുവ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, കാശ്മീരി പൊടി 1.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, 400 ഗ്രാം കൊച്ചുള്ളി, തക്കാളി ഒരു വലുത്. ഇനി കട്ടിയുള്ളൊരു പാൻ വെച്ച് അതിലോട്ട് ചൂടാകുമ്പം കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടാകുമ്പം 1 നുള്ളു ഉലുവയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കൂട്ടത്തില് ഏലക്കയും വറ്റൽമുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. രമ്പയില ഉണ്ടെങ്കിൽ അതും 1 ഇല ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 400 ഗ്രാം കൊച്ചുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി കൊച്ചുള്ളി നല്ലപോലെ ഒന്ന് വഴണ്ടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 8 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നെടുകെ 2ആയിട്ട് കീറിയതാണേ. പച്ചമുളകിന്റെ എരിവനുസരിച്ച് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം കേട്ടോ. കൊച്ചുള്ളിയുടെ കളർ ഒന്ന് മാറി വരുമ്പം ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ മണം ഒന്ന് മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പുതിനയില ചേർക്കുമ്പോൾ പ്രത്യേക ഒരു നല്ലൊരു മണം വരും കേട്ടോ ഇതിന്. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചൊരു തക്കാളി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തൊന്ന് ഇളക്കി 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയം തീ ലോ ഫ്ലെയിം ആക്കി വെക്കണം കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1.5 ടേബിൾ സ്പൂൺ പൊടിച്ച കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടി കൂട്ടി നല്ലപോലെ ഇളക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച മട്ടൻ പീസ് എല്ലാം ചേർത്ത് നല്ലപോലെ മസാല മിക്സ് ആവുന്ന രീതിയിൽ വഴറ്റിയെടുക്കണം. ഈ സമയം തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് കേട്ടോ. എല്ലായിടത്തും ഒരുപോലെ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇനി മട്ടൻ ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി ഉപ്പ് എല്ലായിടത്തും ഒന്ന് പറ്റുന്ന രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ മട്ടൻ അടച്ചു വെച്ച് അതിന്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരുപാട് വേവിക്കണ്ട. അതിൽ നിന്ന് വെള്ളം വന്ന് ആ വെള്ളം ഒന്ന് വറ്റുന്ന വരെ മാത്രം നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചാൽ മതി. മട്ടനിൽ നിന്നുള്ള വെള്ളമെല്ലാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലോട്ട് മാറ്റിയിട്ട് വിസിലടിച്ച് വേവിക്കാം. നമ്മുടെ പാനിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതിലെ മസാല ഫുള്ളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം കൂടെയാണ് ഇപ്പം നമ്മൾ കുക്കറിലോട്ട് ചേർക്കുന്നത്. ഉപ്പ് നോക്കിയപ്പം ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഒരു ചെറിയ പീസ് നാരങ്ങ നീരും കൂടി പിരിഞ്ഞൊഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് 4 വിസില്. കുക്കർ തുറന്നപ്പം എൻ്റെ പൊന്നോ എന്നാ മണമാണെന്നറിയോ മട്ടൻ കറിയുടെ. മട്ടനെല്ലാം നല്ല പാകത്തിന് വെന്ത് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ കുക്കറിൽ 4 വിസിലടിച്ചപ്പോഴത്തേക്കും കറി റെഡിയായി കേട്ടോ. ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കിനി സെർവിങ് ബൗളിലോട്ട് മാറ്റിയെടുക്കാം. ഇനി ഒരു പ്ലേറ്റ് എടുത്ത് നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ ആ കറി അങ്ങോട്ട് വിളമ്പി ഒരു കുഞ്ഞി പീസ് പൊറോട്ട എടുത്ത് ആ മട്ടൻ കറി ചാറോടുകൂടി ഒരു പീസിങ് മുക്കിയെടുത്ത് കഴിച്ച എന്നാ ടേസ്റ്റാണെന്നറിയോ. അപ്പം നമ്മുടെ മട്ടൻ കറി റെസിപ്പി ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പം മറ്റൊരു നാടൻ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.